നമ്മുടെ കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ആഴപ്പെടാൻ നമ്മൾ വീണ്ടും അനുവദിച്ച ദൈവത്തിന് നന്ദി പറയാം. വളരെ ദിവസം കൂട്ടായ്മ എന്ന മനോഹരമായ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന സത്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ചിന്തകൾ, അനുഭവങ്ങൾ നമുക്ക് രണ്ടുപേരിൽ നിന്ന് കൂടുതൽ അറിയാം. ജാൻസി ചേച്ചിയാണ്, കൊച്ചിയിലാണ് ജാൻസി ചേച്ചി, തൂക്കുമുടിയിലാണ് വീട്. ജാൻസി ചേച്ചി തന്നെ ജാൻസി ചേച്ചിയെ പരിചയപ്പെടുത്തും. ജാൻസി ചേച്ചിയെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജാൻസി ജേക്കബ്. തോപ്പുംപടിയിലാണ് വീട്. തോപ്പുംപടി സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ചയുടെ വക. എനിക്ക് ഭർത്താവും 2 മക്കളും 3 പേരക്കുട്ടികളും ഉണ്ട്. ചേച്ചി വർഷങ്ങളായിട്ട് നവീകരണവുമായി ബന്ധപ്പെട്ട്, സുവിശേഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവും. 2 ജിയോ ചേട്ടനാണ്, കോതമംഗലം കത്തീഡ്രൽ അംഗമാണ്. ജിയോ ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താവോ? മൈക്ക് മ്യൂട്ടാണല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിജോ അറക്കൽ. കോതമംഗലം രൂപതയിലെ കത്തീഡ്രൽ ഇടവക അംഗമാണ്. കോതമംഗലത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ ഞാൻ മാനേജരായിട്ട് ജോലി ചെയ്യുന്നു. ഭാര്യ കോതമംഗലം രൂപതയുടെ കേരള ലേബർ മൂവ്മെന്റ് ഓഫീസ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടാമത്തെ മകൾ ജസ്ലിൻ BSc നഴ്സിംഗ് സെക്കൻഡ് സെം പഠിക്കുന്നു. താങ്ക് യു. നമുക്ക് ചോദ്യങ്ങളിലേക്കൊക്കെ ഇവരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവം തന്നെ കൂട്ടായ്മയാണ്. വിശുദ്ധഗ്രന്ഥം മുഴുവൻ കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. ജാൻസി ചേച്ചിയുടെ ജീവിതത്തിൽ ഈശോയെ നമുക്ക് നിരവധി കൂട്ടായ്മകളുണ്ട് എന്നുള്ളത് സത്യമാണ്, അല്ലേ? രാഷ്ട്രീയക്കാരുടെ കൂട്ടായ്മയുണ്ട്, പിന്നെ പോലീസുകാരുടെ കൂട്ടായ്മയുണ്ട്, അമ്മമാരുടെ കൂട്ടായ്മയുണ്ട്, യുവജനങ്ങളുടെ കൂട്ടായ്മയുണ്ട്. നമ്മൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹാനുഭവത്തിൽ വന്ന് യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച അനുഭവത്തിൽ വളരുന്ന കൂട്ടായ്മയെ കുറിച്ചാണ്. അപ്പൊ ജാൻസി ചേച്ചിയുടെ ജീവിതത്തിൽ ജാൻസി ചേച്ചിയെ ഈ ഒരു ക്രിസ്തു അനുഭവത്തിൽ വളർത്താൻ, സഭയോട് ചേർന്ന് വളരാനൊക്കെ സഹായിച്ച കൂട്ടായ്മകൾ ഏതൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടി. അങ്ങനെയാണ് കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ചേർന്നത്. കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മ. പിന്നെ ജീസസ് യൂത്തില് വളരെ ആക്റ്റീവായി. പിന്നീട് ക്രിസ്ത്യൻ ധ്യാനിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ. അപ്പൊ ചേച്ചി ധാരാളം കൂട്ടായ്മ ചേച്ചിക്കുണ്ട്. ഈ ഒരു അനുഭവത്തിൽ ആഴപ്പെട്ട് വളരാൻ ഒരു നവീകരണ അനുഭവം, അതിൽ പ്രാർത്ഥനാ കൂട്ടായ്മ, ജീസസ് യൂത്ത് കൂട്ടായ്മയായുള്ള ബന്ധം, ക്രിസ്ത്യൻ കൂട്ടായ്മയുമായുള്ള ബന്ധം. എനിക്കറിയാവുന്ന പോലെ ഈ ഒരു മിഷണറിമാരെ വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ വിറ്റ്നസ് ഓഫ് മേഴ്സി എന്ന് പറഞ്ഞ POCയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു ജാൻസി ചേച്ചി. നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ ഭാഗമാണ് ജാൻസി ചേച്ചി. ഇങ്ങനെ നിരവധി കൂട്ടായ്മകൾ ജാൻസി ചേച്ചിയെ ആത്മീയമായി വളരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ജിജോ ചേട്ടനെ ഒരു ക്രിസ്തു അനുഭവത്തിലും അതിന്റെ ഒരു നന്മയിലും ഒക്കെ വളരാൻ സഹായിച്ച കൂട്ടായ്മ ഏതാ? എനിക്ക് ധാരാളം കൂട്ടായ്മകളുണ്ട്. ആദ്യത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് യുവജന സംഘടനയായ KCYM കൂട്ടായ്മയാണ്. അതിനെ തുടർന്ന് ഞാൻ ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് 10 വർഷക്കാലം ഇടവക രൂപത സംസ്ഥാന ഭാരവാഹിത്വമൊക്കെ വഹിച്ച് അങ്ങനെ പോയി. ഇപ്പോഴാണെങ്കിൽ ഫാമിലി അപ്പസ്തോലേറ്റ്, AKCC, പാരിഷ് കൗൺസിലില് വിശ്വാസ പരിശീലന അധ്യാപകൻ, ഹോളി ഹോം മിനിസ്ട്രിയുടെ ശുശ്രൂഷകള്, അങ്ങനെ അനവധിയായ കൂട്ടായ്മകളിലൂടെയൊക്കെ പ്രവർത്തിക്കാൻ ദൈവം വളരെ അനുഗ്രഹം നൽകിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ സഭയിലുള്ള നിരവധിയായ സംഘടനകളുടെ കൂട്ടായ്മകളുടെ ഭാഗമായി നിന്നുകൊണ്ട് ജിയോ ചേട്ടൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ജാൻസി ചേച്ചിയോടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഒരു സ്ത്രീ പുരുഷ ശബ്ദമൊക്കെ ഇങ്ങനെ മാറി കേൾക്കാമല്ലോ. ജാൻസി ചേച്ചിയുടെ ജീവിതത്തെ ഈ കൂട്ടായ്മ എങ്ങനെയാണ് ആത്മീയമായി വളരാൻ സഹായിച്ചിട്ടുള്ളത്? എനിക്ക് ക്രിസ്തു അനുഭവത്തിലൂടെയാണ് ഞാൻ കൂടുതലും വളർന്നത്. ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ജീവിതത്തിൽ. എന്ത് കാര്യം വരുമ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന എനിക്ക് വേണം. അത്
ഞാൻ മാത്രമല്ല, എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് മധ്യസ്ഥ പ്രാർത്ഥന. എന്ത് കാര്യം വരും പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വചന ധ്യാനം, അത് നമുക്ക് വചനത്തിലൂടെ കിട്ടുന്ന മെസ്സേജ്, വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ്, അതുപോലെ ആ വായിക്കുമ്പോൾ അതുപോലെ ആകാൻ ശ്രമിക്കുകയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഓരോ ഇത് വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് അതുപോലെ ഈശോയെ പോലെ ആയിത്തീരാൻ നമുക്ക് ശ്രമിക്കാം എന്നുള്ള ആ ഒരു ഓരോ ദിവസവും അത് വളർന്നുകൊണ്ടിരിക്കണം. ഓരോ അനുഭവത്തിലൂടെ, ഓരോ പ്രവർത്തനത്തിലൂടെ. അപ്പൊ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരാൻ കൂട്ടായ്മ സഹായിച്ചു. ദൈവവചനം വായിക്കാനും പഠിക്കാനുമുള്ള താല്പര്യങ്ങളിലും എനിക്കറിയാം KCBC ബൈബിൾ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊമോട്ടർമാരിൽ ഒരാളായിരുന്നു. ഏറ്റവും ബെസ്റ്റ് പ്രൊമോട്ടറൊക്കെ ആയിട്ട് KCBC കേരള സഭ അംഗീകരിച്ചു. 6 പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയത്. 6 പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊമോട്ടർ ആയിട്ടുള്ള അവാർഡ് KCBCയുടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവവചനത്തെ വായിക്കാൻ, അതൊരു കൂട്ടായ്മയാണല്ലോ, വളരാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിശ്ചയമായും വിശുദ്ധ കുർബാനയുമായുള്ള ബന്ധം, കുംഭസാരം, ഒരു എൽഡറിങ്, ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങളിൽ ആത്മീയമായ വളർച്ചയ്ക്ക് ജാൻസി ചേച്ചിയെ സഹായിച്ചിട്ടുണ്ട്. ജിയ ചേട്ടൻ്റെ ഈ കൂട്ടായ്മയെല്ലാം ജിയ ചേട്ടൻ്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഏത് മേഖലകളെയാണ് കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്? ഞാൻ 10ാം ക്ലാസ് പഠനത്തിന് ശേഷം പന്തുകളിയുടെ ലോകത്തിലേക്കായിരുന്നു കടന്നിരുന്നത്. ഇന്നൊരു 13 വർഷക്കാലം പന്തുകളി ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പൊ രാവിലെ പ്രാക്ടീസ്, വൈകിട്ട് മത്സരം. അങ്ങനെ പോകുന്ന അവസരത്തിൽ നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് ഞാൻ മാറിപ്പോയി. എല്ലാ ഞായറാഴ്ച പോലും ദിവ്യബലി അർപ്പിക്കാൻ പോകാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 93 എന്റെ പിതാവ് വളരെ ആകസ്മികമായിട്ട് ഹാർട്ട് അറ്റാക്കിലൂടെ മരിക്കുന്നതും പിന്നീടുള്ള 40 ദിവസം തുടർന്നുള്ള എന്റെ വിശുദ്ധ ബലിയും തുടർന്നുള്ള പ്രാർത്ഥനകള്, ഒപ്പീസുകളൊക്കെ എന്നെ മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ ആ പള്ളികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പഴയ സുഹൃത്തുക്കള് എന്നെ ഈ KCYM-ന്റെ കൂട്ടായ്മയിലേക്ക്, സംഘടനയിലേക്ക് ക്ഷണിക്കുന്നു. തൊട്ടടുത്ത മാസം തന്നെ ഒരു ക്യാമ്പ് വയ്ക്കുന്നു. ആ ക്യാമ്പിൽ ബെസ്റ്റ് ക്യാമ്പറായിട്ട് 60ഓളം യുവജനങ്ങൾ പങ്കെടുത്ത ക്യാമ്പിൽ എന്നെ തെരഞ്ഞെടുക്കുന്നു. പിന്നെ തുടർന്ന് ഒരു 5 വർഷക്കാലം സംഘടനയെ നയിക്കാനുള്ള അവസരം കിട്ടുന്നു. അപ്പൊ ആ 40 ദിവസക്കാലം തുടർച്ചയായിട്ട് എനിക്ക് കിട്ടിയ വിശുദ്ധ ബലി, മുടങ്ങിക്കിടന്നിരുന്ന ദൈവസ്നേഹം അനുഭവിക്കാൻ കിട്ടിയിരുന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പന്തുകളിയുടെ പുറകെ പോയതിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കാനായിട്ട്, പാപികളെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ ഈശോ മരിച്ചതുപോലെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്റെ പിതാവിന്റെ മരണം ഞങ്ങൾ ഒത്തിരിക്ക് കടന്നു വരികയായിരുന്നു. അപ്പൊ 40 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ബലിയും അതുകൊണ്ടുള്ള പ്രാർത്ഥനകളൊക്കെ എന്നെ വീണ്ടും ഈ കൂട്ടായ്മയിലേക്കും സഭയിലേക്കും ദൈവത്തിലേക്കും കൂടുതലായിട്ട് അടുപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ചേച്ചേട്ടൻ പറഞ്ഞ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ ദൈവം എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നതാണ്. അപ്പച്ചന്റെ ഒരു മരണം, അതൊരു 40 ദിവസം ഒരുമിച്ച് തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, കുമ്പസാരിക്കാൻ, ഒരുങ്ങാൻ, അതൊരു ദൈവത്തോടുള്ള ബന്ധത്തിൽ, അതുവഴി ഒരു യുവജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, അങ്ങനെ വചനം അങ്ങനെ വളർന്ന് വരാനായിട്ട് ജീവചേട്ടനെ സഹായിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോകുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് IT ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഒരു കൺവെൻഷന് പോയത് ബ്രെഡും വെള്ളവും കഴിക്കാനാണ് വാസ്തവത്തിൽ. അത് കഴിയുമ്പോഴാണ് 10-60 കിലോമീറ്റർ ദൂരെ നിന്നൊരു ചേട്ടൻ എല്ലാ ആഴ്ചയും എൻ്റെ വീട്ടിൽ വന്ന് എന്നെയും ഷുബുവിനെയും പള്ളിയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീടാണ് അത് GC Youth ആണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ബാച്ച് ഫുൾ ടൈമറാന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ആ ഒരു GC Youth പ്രാർത്ഥനാ കൂട്ടായ്മ, അവിടെ നിന്നാണ് ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുണ്ട്, അത് പ്രാർത്ഥന ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ വീട്ടിലൊരു മൂലയ്ക്കിരുന്ന് ഉറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ബൈബിൾ വായിക്കാനായിട്ടാകുന്നത്, സ്വയം പ്രേരിതമായിട്ട് കൊച്ചു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്, ഒരു കൂട്ടായ്മയിൽ നിന്ന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്ന്, അടുത്തടുത്ത് കുമ്പസാരിക്കണമെന്ന്, അങ്ങനത്തെ ഒരു തരത്തിലേക്ക് അത് ആ GC Youth കൂട്ടായ്മയുടെ ഭാഗമായ ആ GC Youth കൂട്ടായ്മ, കരിസ്മാറ്റിക് കൂട്ടായ്മ, ഈ ഒരു മിനിസ്ട്രി, ഇങ്ങനെ ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറേയും കൂടെ ഈശോയോട് വളരാൻ, അടുത്ത് ധ്യാനിക്കാൻ, സാവധാനം ധ്യാനിപ്പിക്കാൻ, കുഞ്ഞുങ്ങളെ വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, മുതിർന്നവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനൊക്കെ വളർന്നത് ഈ ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ജാൻസി ചേച്ചിയുടെ ജീവിതത്തിൽ ഈ കൂട്ടായ്മ ജാൻസി ചേച്ചിക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? അതോ ലാഭവും നഷ്ടവും ഉണ്ടായിട്ടുണ്ടോ? ഭൗതികമായിട്ട് സമയം ഉണ്ടാകാം, നഷ്ടവും ലാഭം ഉണ്ടാകാം, ഭൗതികമായിട്ടുണ്ടാകാം. ഞാൻ ഇതിന്റെ ലാഭവും നഷ്ടവും ഞാൻ നോക്കാറില്ല.
കാരണം കൂട്ടായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം നഷ്ടപ്പെടുത്തേണ്ടി വരും. ലാഭം അധികം നമുക്ക് തമ്പുരാന്റെ മുമ്പിലാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ഈ കൂട്ടായ്മ ജീവിതത്തിൽ എൻ്റെ ഈശോയുടെ ഹീറോയാക്കും, ഞാൻ സീറോ ആവും. അപ്പോ അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പലരെ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് കൂട്ടായ്മയിൽ വളരുമ്പോ അങ്ങനെയാണ്. അല്ല ഞാനെന്ന ഭാവം അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങള് ആ ഒരു ഭാവം ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ലാഭത്തെ കുറിച്ച് ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ കാരണം, ചേച്ചി സാമൂഹികമായ ഒരു ട്രസ്റ്റൊക്കെ ചേച്ചിക്കുണ്ട്. സാമൂഹികമായ ബന്ധത്തിൽ 10-25ഓളം ആളുകൾ, 25 അതിൽ കൂടുതൽ ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നു. ക്യാൻസർ രോഗികളെ ചേച്ചി തന്നെ ക്യാൻസർ രോഗിയാണ്. ചേച്ചി പറയുമായിരിക്കും എത്ര ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ശരിക്കും കാഴ്ച പൂർണ്ണമായിട്ടില്ല. ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ട്, കിഡ്നി സംബന്ധമായ പ്രശ്നമുണ്ട്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരർത്ഥത്തിൽ പകുതി പണി മുടക്കിയും പകുതിയൊക്കെ ദൈവകൃപയാൽ മുന്നോട്ട് പോവുകയാണ് വർഷങ്ങളായിട്ട്. ഇപ്പൊ ശാരീരികമായി സാധാരണക്കാരായ ഒരാളെന്ന നിലയിൽ വീട്ടിലൊരു മൂലക്കിരിക്കാവുന്ന ആളാണ് ജാൻസി ചേച്ചി എന്ന് ഉറപ്പാണ് എനിക്ക് കണ്ട് പരിചയമുള്ളതിൻ്റെ വെളിച്ചത്തിൽ. ജാൻസി ചേച്ചിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നന്മ ചെയ്യാൻ സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടാൻ പോകുന്നതുകൊണ്ട് ശാരീരികമായ നഷ്ടം ഉണ്ടാകാം, മറ്റു പല കാര്യങ്ങളുണ്ടാകാം. ഭൗതികമായ കയ്യിലുള്ളത് കൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്, അതോ ഒരു കൂട്ടായ്മയുടെ ഒരു പിൻബലവും ശക്തി ഇതിന്റെ പിന്നിലുണ്ടോ? അത് ഞാനും എനിക്കുള്ളതെല്ലാം അതോടൊപ്പം കൂട്ടായ്മയിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരിക്കലും ഒരു കാര്യം ഒറ്റക്ക് ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മളൊരു കൂട്ടായ്മയോട് കൂടി നിന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എവിടെയുള്ള ആൾക്കാരായിക്കോട്ടെ നമുക്ക് ആദ്യം പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. ആ പ്രാർത്ഥന ഐക്യം ഉണ്ടാവും. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന മറ്റാൾക്കും അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾക്ക് അവരോടുള്ള ഒരു പ്രാർത്ഥന ബന്ധം വളരെ ശക്തമായിരിക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ 23 വർഷം മുമ്പ് ഞാൻ 6 മാസം ജീവിക്കില്ല അങ്ങ് ക്യാൻസർ വന്നപ്പോൾ ഡോക്ടർ വിധി എഴുതിയതാണ്. 13 ഓപ്പറേഷൻ എൻ്റെ കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ഓടി നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയിലും എന്നോടൊപ്പം അപ്പുറം ഇപ്പുറം 2 മാലാഖമാരെ ദൈവം തന്നിരിക്കും. ആരെങ്കിലും ആയിട്ടോ എന്ത് കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ ഈശോയെ ഒരു ഹീറോയായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ ഈശോ ചെയ്തോളൂ. നമ്മൾ അവിടെ ചേച്ചി പറഞ്ഞു വരുന്നത് ചേച്ചിയുടെ ഒരു കൂട്ടായ്മയാണ് ഈ നന്മയൊക്കെ ചെയ്യാൻ ചേച്ചിയെ സഹായിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്, വളർത്തുന്നത് എന്നാണ്. ഒരു അസുഖം വരുമ്പോ നമ്മൾക്ക് സ്വന്തക്കാർക്ക് ചിലപ്പോ എൻ്റെ മക്കൾക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളാണ് നമ്മളോട് കൂടെ ഉള്ളത്. അതേപോലെ മിഷന് പോകുമ്പോൾ എനിക്കൊരു ബാഗ് എടുത്ത് പോലും ഞാൻ മിഷനിലേക്ക് ചേച്ചി ഞാൻ വരാം. ഞാൻ ജിയോ ചേട്ടനിലേക്ക് പോയിട്ട് മിഷനിലേക്ക് വരാം. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ചേച്ചി പറഞ്ഞു വന്നത് ചേച്ചിയുടെ ജീവിതത്തിൽ എപ്പോഴും സഹായിക്കാൻ ചുറ്റും ആൾക്കാരുണ്ടാകും. അതൊരു കൂട്ടായ്മയുടെ ബന്ധമാണ്. ഈ കൂട്ടായ്മയിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നത്, വളരുന്നത്. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വീട്ടിൽ അങ്ങനെ പണിയെടുത്ത് വലിയ പരിചയമുള്ള അടുക്കളയിൽ കയറിയിട്ടുള്ള ആളല്ല. പക്ഷേ ജിസ്യൂത്ത് കൂട്ടായ്മ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണം ഉണ്ടാക്കാൻ, പാത്രം കഴുകാൻ, അതൊക്കെ ഓരോ ഡ്യൂട്ടി ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ 10,000-2000 പേരുടെ പങ്കെടുത്തൊരു യൂത്ത് കോൺഫറൻസിന്റെ പാത്രം കഴുകുന്ന ക്ലീനിങ് മിനിസ്ട്രിയുടെ ഉത്തരവാദിത്വമായിരുന്നു എനിക്ക്. അപ്പൊ എൻ്റെ കൂടെ ധാരാളം ആളുകൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ആ പ്രവൃത്തി എൻ്റെ ജീവിതത്തെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തേലും കാര്യങ്ങളാണ് കൂട്ടായ്മയിൽ നമുക്കുണ്ടായിട്ടുള്ളത്. ജിജോ ചേട്ടന്റെ കൂട്ടായ്മ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് കൂട്ടായ്മ സഹായിക്കുന്നത്? ജിജോ ചേട്ടന് ലാഭമായിട്ടാണോ നഷ്ടമായിട്ടാണോ തോന്നാറുള്ളത്? ലാഭവും നഷ്ടവും ഉണ്ടോ? ലാഭവും നഷ്ടം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ കുറെ നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എൻ്റെ സമയമാണ് നഷ്ടമാകുന്നത്. പക്ഷെ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കാറില്ല. പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുമ്പോൾ രാവിലെ 9:30 മുതൽ ഞാൻ രാത്രി 12 മണി വരെ പമ്പിൽ ഇരുന്നു കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ സമയം കണ്ടെത്തി എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. ഇപ്പോൾ തന്നെയാണ് ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഈ KCYയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്തദാനമായിരുന്നു ഞങ്ങളുടെ മെയിൻ ഒരു ഇത്. കോതമംഗലം ഹൈറേഞ്ചിന്റെ കവാടമാണ് കോതമംഗലം. കോതമംഗലം ഏരിയയിൽ ഒരു അപകടം നടന്നാലോ അല്ലെങ്കിൽ ഒരു പ്രസവ ആവശ്യമായിട്ടൊക്കെ ഒരു ബ്ലഡ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി കത്തീഡ്രൽ പള്ളിയിലെ യുവജനങ്ങളുടെ KCYന്റെ ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. അവരവിടെ വന്ന് അച്ഛൻ വികാരിച്ചനെ കണ്ട് ബ്ലഡ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും തൊട്ടടുത്ത് ഒരു 100 മീറ്റർ തൊട്ടടുത്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ പെട്രോൾ പമ്പും. അതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന ധനകാര്യ സ്ഥാപനം തൊട്ടടുത്ത് 100 മീറ്റർ 150 മീറ്റർ അകലമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വിളിക്കും, ഓടിപ്പോകും.
അന്നത്തെ കാലത്തൊന്നും ഞങ്ങൾക്ക് ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോറിക്ഷയോ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഞങ്ങൾ അന്വേഷിച്ച ആളെ തപ്പി അവരുടെ വീട്ടിൽ ചെല്ലും, അവരെ കയറ്റിക്കൊണ്ടുവന്ന് അവർക്ക് ബ്ലഡ് കൊടുക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ. ഇപ്പൊ പിതൃവേദിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഇടവകയില് 2600ഓളം കുടുംബങ്ങളുടെ വലിയൊരു ഇടവകയാണ് ഞങ്ങളുടെ. ആ ഇടവകയില് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് വികാരിച്ചന്റെ നേതൃത്വത്തിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ഓഫീസൊക്കെ ചൊല്ലി അവരോടൊപ്പം പങ്ക് അവരുടെ അനുശോചനം രേഖപ്പെടുത്തി തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമയം ധാരാളം. എനിക്ക് ഈ തോന്നുന്നു തൊട്ടടുത്ത ജാൻസി ചേച്ചിയും ജിയോ ചേട്ടനും പറഞ്ഞു വന്നത് ഈ കൂട്ടായ്മയാണ് പരസ്നേഹ പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്കാവില്ല. ഒരു കൂട്ടായ്മ കൂടുതൽ ഊർജ്ജസ്വലമായി, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ 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 പരസ്നേഹ പ്രവൃത്തി ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. ഈ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവരുടെ ആ ഒരു വലിയ പരസ്നേഹം ഒഴുകുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിന്നാണ്. നേരത്തെ ജാൻസി ചേച്ചി പറഞ്ഞു വന്നതിലേക്ക് ഞാൻ പോകാം. മിഷൻ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ കൂട്ടായ്മ അതൊരു മിഷണറിമാരുടെ കൂട്ടായ്മയാണ്. ചേച്ചി ഡൽഹിയിൽ ധാരാളം സ്ഥലത്ത് ഞങ്ങളോടൊപ്പം ഈ ഒരു ശാരീരികമായ സുഖമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിലൊക്കെ മിഷന് വന്നിട്ടുണ്ട്. ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ, ഡൽഹിക്ക്, ഒറീസയ്ക്ക്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒറീസയിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് കയറിയിട്ട് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറാൻ ശരിക്കും പറ്റിയില്ല. ഒരു സീറ്റിൽ എങ്ങനെയോ കയറി പറ്റി. തിരിച്ച് തൃശ്ശൂർ എത്തിയിട്ടാണ് ടോയ്ലറ്റിൽ പോയത്. പോകാൻ പറ്റാത്ത വിധം ടോയ്ലറ്റ് വരെ ആളായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ചേച്ചി ചോദിച്ചത് ഇനി എന്നാണ് നമുക്ക് മിഷന് പോകാൻ പറ്റുന്നതെന്നാണ്. അപ്പൊ ഇത്തരത്തിലൊരു മിഷൻ അനുഭവത്തിൽ, മിഷൻ യാത്ര ചെയ്യാൻ, മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനൊക്കെ ഈ കൂട്ടായ്മ ചേച്ചി എപ്രകാരമൊക്കെ സഹായിച്ചിട്ടുണ്ട്? മിഷൻ യാത്ര എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരവസരം. ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്കത് ചിന്തിക്കാൻ പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് എൻ്റെ ഹെൽത്ത്. പക്ഷെ അവിടെയാണ് കൂട്ടായ്മയുടെ ഏറ്റവും വലിയ അനുഭവം എനിക്കുണ്ടായിരുന്നത്. ഒരു ബാഗ് പോലും പിടിച്ച് ട്രെയിനിൽ തനിച്ച് കയറണമെങ്കിൽ ആരെങ്കിലും സഹായം വേണ്ട. ഞാൻ ഇത്രയും സ്ഥലത്ത് ഡൽഹിയിലൊക്കെ പോയിട്ട് എത്രയോ സ്ഥലങ്ങളിലാണ് നമ്മൾ പോയത്. അവിടെയൊക്കെ എന്റെ കൈ പിടിച്ച് എന്നെ നടത്താനും എന്റെ ഇതെല്ലാം എടുക്കാനായിട്ട് ഇപ്പൊ ഷിജു ജനിയൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ലായിരുന്നു. അവിടെയും ദൈവം നിങ്ങളെയൊക്കെ കൊണ്ടുവന്ന് തന്നതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ, അത് ഞാൻ ഒരു സ്ഥലത്ത് അച്ഛൻ പറഞ്ഞു ഇത്രയും വയ്യാത്തത് കൊണ്ട് നമുക്ക് എന്നോട് വരണ്ടാന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ വന്നില്ല, ഞങ്ങൾ കൊണ്ടുപോകോളാം, ഞങ്ങൾ കൂടെ ഉണ്ട്. ആ ഒരു നിങ്ങളുടെ ഒരു ധൈര്യത്തില് ദൈവത്തിന്റെ ആ ഒരു കരം പിടിച്ചു പോകുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ കരം പിടിച്ച് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയത്. അപ്പൊ അത് നമുക്കൊരു സഹോദരരാണ് ഉള്ള ഈ ഓരോ കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഞാനെന്ന ഭാവം അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മളെല്ലാവരും നമ്മൾ എന്നുള്ളൊരു ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റുന്ന ഒരാളെ ഏൽപ്പിക്കാം. നമ്മൾ പരസ്പരം വിശ്വസിക്കുക, പരസ്പരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ഇത്രയും ഓപ്പറേഷന് വേണ്ടിയും ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഓരോ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും 10-15 കുർബാനകൾ അച്ഛന്മാര് സമർപ്പിച്ചതുണ്ട്. ആരാധനാലയത്തിൽ ആരാധന നടത്തിക്കൊണ്ട് ഇതൊക്കെ ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലല്ലെങ്കിലും ഇത്രയും പ്രാർത്ഥനയും ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ നടക്കുക. അത് ഇത്രയും കൂട്ടായ ഒരു പ്രാർത്ഥന കൊണ്ട്. ചേച്ചി, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. എനിക്കറിയാം ജാൻസി ചേച്ചിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജാൻസി ചേച്ചിയെ വളരാനായിട്ട്, അല്ലെങ്കിൽ ജാൻസി ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും അറിയാതെ ഇങ്ങനെ വളർന്നു പോവുകയാണ്. നമുക്കും കൂടുതൽ തീക്ഷ്ണത ഉണ്ടായി പോവുകയാണ്. ഇങ്ങനെ വയ്യാത്ത, ഇത്രയും ശാരീരികമായ പ്രയാസമുള്ള ഒരാൾ ചെയ്യുന്ന നന്മ കാണുമ്പോൾ നമ്മളും നന്മ ചെയ്യാനായിട്ട് തീക്ഷ്ണതയുള്ളവരാവുകയാണ്. കൂട്ടായ്മയാണ് എപ്പോഴും നമ്മളെ അത്തരത്തിൽ. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, 23 വീട് വെച്ചെങ്കിൽ ഇതിൽ എന്റെ കൂട്ടായ്മയിലുള്ള എല്ലാവരും അതിൻ്റെ അകത്ത് പങ്കുകാരാ. ഒരിക്കലും ഞാൻ എൻ്റെതായ ഒരു ഇതല്ല അവിടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ അങ്കമാലിയാണെങ്കിലും അവിടെ നിന്നൊക്കെ തിരിച്ചു കാസർഗോഡായിരുന്നപ്പോഴും ഷിബുവിനെയൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓടി വരുമായിരുന്നു. പല കാര്യങ്ങൾക്ക്, രോഗികൾക്കാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അന്വേഷിക്കാനൊക്കെ നിങ്ങളാണോ എന്ന്. എനിക്ക് ഒരു ഫോൺ വിളിക്കാന്നുള്ളത് മാത്രമേ എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് അനേകം കൈകളുണ്ടായിരുന്നു ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നു ചേച്ചി പറഞ്ഞതൊരു, ചേച്ചിക്ക് പലപ്പോഴും ഫോൺ വിളിയേ പറ്റുള്ളൂ, പക്ഷെ ഓടിയെത്താൻ വേറെ അനേകര് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു മനോഹരമായ ഒരു ഒന്നാണ് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ജിയോ ചേട്ടന്റെ ജീവിതത്തിൽ ഈ കൂട്ടായ്മ, എനിക്കറിയാം പല രാത്രി 12 മണി വരെ ജോലിയുണ്ട്, പകലുമുണ്ട്. ഒരു
മാനേജറാണ്. ഒരു ഇടവകയിലെ എല്ലാ പരിപാടിയിലുണ്ട്. വികാരിച്ചിനെ കഴിഞ്ഞും കൂടുതൽ പരിപാടിയിൽ ജിയോ ചേട്ടനുണ്ട്. എല്ലാ ദിവസവും 2-3 മരിച്ചിടക്കിന് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് എല്ലാ ദിവസവും ജിയോ ചേട്ടൻ കൃത്യമായി വൈകുന്നേരമുള്ള നമ്മുടെ മിനിസ്ട്രിയുടെ പ്രാർത്ഥനയിൽ വന്നു ചേരുന്നു. നമ്മുടെ കൂട്ടായ്മ ഒരിക്കലും മുടക്കാതെ മുന്നോട്ട് പോകുന്നു. ജിയോ ചേട്ടൻ എങ്ങനെയാണ് അത് പറ്റുന്നത്? ഞങ്ങൾക്ക് പലപ്പോഴും നമുക്ക് തോന്നുന്നു സമയമില്ലല്ലോ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രശ്നം. പക്ഷെ ജിയോ ചേട്ടൻ എങ്ങനെ പറ്റുന്നത്? അതുകൊണ്ട് എന്താണ് ജിയോ ചേട്ടന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയോജനകരമാകുന്നത്? ജിയോ ചേട്ടാ, ജിയോ ചേട്ടന്റെ റേഞ്ച് പോയോ? നമസ്കാരം, പങ്കെടുക്കുന്നു. കേൾക്കാൻ പാടില്ലേ മണിച്ചേട്ടാ? പറഞ്ഞോ. ഓക്കെ. ഈ കൂട്ടായ്മയുടെ അനുഭവം ജീവിതത്തിൽ വളരെയേറെ പ്രയോജനകരമായിരുന്നു എനിക്ക്. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക. ഹോളി കമ്മ്യൂണിസ്റ്റിയുടെ ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഹോളി കമ്മ്യൂണിസ്റ്റിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. ഹോളി കമ്മ്യൂണിസ്റ്റ് നേതൃത്വം നടത്തിയ അടിസ്ഥാന ജിയോ ചേട്ടന്റെ മൈക്ക് പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കത് പിന്നെ റെക്കോർഡ് വല്ലതും ചെയ്യാം. ജിയോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ജിയോ ചേട്ടാ, ഞാൻ അവസാനം നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് അച്ഛൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ സമയം കഴിഞ്ഞു ഓൾറെഡി. തിരിച്ചറിയാൻ കഴിയാതെ അകന്നു മാറി നിന്നിട്ട് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്ന് ദൈവിക ശുശ്രൂഷയിലെ സുവിശേഷ പ്രഘോഷണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ഈ കൂട്ടായ്മ എന്നെ വളരെ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ആ ശക്തിയിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ജിയോ ചേട്ടാ. നെറ്റും അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഇടയ്ക്ക് കട്ടായി. എങ്കിലും ജിയോ ചേട്ടനും ജാൻസി ചേച്ചിക്കും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതം നമ്മളെല്ലാവരും പറഞ്ഞു വെച്ചത് കൂട്ടായ്മ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് അധിക ദൂരം പോകാനായിട്ട് പറ്റില്ല. മണ്ണിനോടും വെള്ളത്തോടും പ്രകാശത്തോടും വായുവിനോടും ബന്ധമില്ലാതെ ഒരു ചെടി നിന്നാൽ അത് നിശ്ചയമായും ഉണങ്ങിപ്പോകും. അതിന് നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല. ക്രിസ്തുവിനോടും ത്രിയേക ദൈവത്തോടും സഭയോടും ആ സഭാത്മക ജീവിതത്തെ വളർത്തുന്ന കൂട്ടായ്മയോടും നമ്മൾ ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ സാവധാനം നാം കരിഞ്ഞുണങ്ങിപ്പോകും. നാം കൂടുതൽ മനോഹരമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഫലമുള്ള വൃക്ഷമാകാൻ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചത്. നമ്മുടെ ഈ കൂട്ടായ്മ അതിനാണ് നമ്മളെ സഹായിക്കുന്നത്. വിവിധ രീതികളിൽ നമ്മുടെ ഈ കൂട്ടായ്മ നമ്മളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇനിയും ഏറെ കൂട്ടായ്മയെ കുറിച്ച് പറയാൻ നമുക്കെല്ലാം ഉണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, നമ്മളൊരു കുടുംബമാകുന്ന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെ നമുക്ക് കൂടുതൽ ഫലമുള്ളവരായി വളരാം. ആമേൻ. ആമേൻ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ്.